ഹലോ, ഇത് വിഷുത്തല എന്നുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടിയത് ഇപ്പോഴാണ്. വിഷുത്തിരക്കിലൊക്കെ ആയിപ്പോയി. അമ്മ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അത് ഒരു തുണി വിരിച്ചിട്ട് അതിന് നന്നായിട്ട് പരത്തിട്ട് വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് അമ്മ അത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അമ്മ പൊടിക്കാൻ പോയ സമയത്ത് ഞാൻ അച്ചാറിൻ്റെ പരിപാടികളെടുത്തു. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു മാങ്ങ. അപ്പോൾ പച്ചമാങ്ങയാണ് വിചാരിച്ചിട്ട് ഞാൻ പൊളിച്ച് നോക്കിയപ്പോഴാണ് നല്ല ചെനച്ച മാങ്ങയായിരുന്നു. പക്ഷേ ചെറിയൊരു പുള്ളി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് വിളമ്പാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെനച്ചതാവുകൊണ്ട് നന്നാവില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. നല്ല അച്ചാറ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഞാൻ മുളകും പൊടി നല്ലോണം എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തു. അത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വേറെ അച്ചാറും പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മുളകും പൊടി തന്നെ കുറച്ചധികം എടുക്കുകയാണ് ചെയ്തത്. മുളകും പൊടി നന്നായിട്ട് ചൂടാക്കി അതിനുശേഷം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കായവും കടുകും അതുപോലെ ഉലുവയും ഞാൻ നേരത്തെ തന്നെ മുൻപൊരു അച്ചാറുണ്ടാക്കിയപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് വറവിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് വീട്ടിലെ ചെറിയൊരു ആവശ്യത്തിനുള്ള അച്ചാർ ഉണ്ടാക്കാറുള്ളത്. ഒരുപാട് ദിവസത്തേക്കുള്ള അച്ചാർ ഉണ്ടാക്കി വെക്കാറില്ല. അപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട് സുർക്കൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ സുർക്ക എന്ന് പറയുന്നത് വിനാഗിരി ആട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ മാത്രമേ എപ്പോഴും അച്ചാർ ഉണ്ടാക്കി വെക്കാറുള്ളൂ. ഒരു 3-4 ദിവസം ഏറിപ്പോയ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പൊടി ചൂടായതിന് ശേഷം ചെറിയ തീയിൽ വേണം പൊടി ചൂടാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ പാടില്ല. പൊടി ചൂടായതിന് ശേഷം ഞാൻ അത് ആ മാങ്ങ അരിഞ്ഞു വെച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയിൽ ഞാൻ പറഞ്ഞല്ലോ കടുകും അതുപോലെ തന്നെ ഉലുവയും കായും കൂടി പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അമ്മയ്ക്ക് വേറെ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. സാധാരണ അച്ചാർ പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എന്തായാലും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വറവിട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നല്ലെണ്ണയിലാണ് കേട്ടോ വറവിട്ട് കൊടുക്കുന്നത്. സാധാരണ വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഈ അച്ചാറിൽ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരുപാട് സമയമൊന്നും ചട്ടിയിലിട്ട് വഴറ്റുന്നില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് ചെറിയൊരു ചൂടായതിന് ശേഷം അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഒരു പൊട്ടുന്ന കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചേർത്തിട്ടുള്ളൂ. വിനാഗിരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർക്കാവുന്നതാണ്. അപ്പോഴത്തേനും അമ്മ അരിയൊക്കെ പൊടിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ശർക്കരപ്പാനിയൊക്കെ ഉരുക്കിയിട്ട് അത് മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരി പൊടിച്ചതും കൂടി ചേർത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അമ്മയുടെ കൂടെ സഹായത്തിന് കുട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പഴവും അതുപോലെ തന്നെ ഇത് അരച്ചിട്ടുണ്ടായിരുന്നു. പപ്പടവും പഴവും കൂടി മിക്സിയിൽ നന്നായിട്ട് കുതിർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രമേ വൈകുന്നേരം ആകുമ്പോഴേക്കിനും നല്ലോണം അപ്പം ചുടുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അമ്മ. അതിൻ്റെ പരിപാടിയിലാണ് അമ്മ. ഞാനപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ പോയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടാണ്. രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചാലേ നന്നായി കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി വൈകുന്നേരത്തെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് അപ്പം ചുടാനുള്ള പരിപാടി തുടങ്ങിയത്. ആദ്യമൊക്കെ ചുടല് അപ്പം ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഷേപ്പ് ഒരു ഭാഗം മാത്രമേ ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റു ഭാഗം കേടന്ന് വരുമായിരുന്നു. പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇളക്കിയപ്പോൾ പിന്നെ അപ്പം നന്നായിട്ട് കിട്ടി കേട്ടോ. നമുക്ക് അടുത്ത വീടുകളിലും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട്
അപ്പം നന്നായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തപ്പോൾ നന്നായി കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം അപ്പമൊക്കെ ഞങ്ങൾ കുറച്ചധികം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ നാത്തൂൻ്റെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനും പിന്നെ ആർക്കൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം രാത്രി 10 മണിക്ക് ശേഷമാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നതിന് ശേഷമാണ് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അത് കത്തിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അതൊക്കെ കത്തിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ഒരു 11 മണി വൈകുന്നേരമൊക്കെ ആയിട്ട് സമയത്ത് ഒരുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ രാത്രി കളിച്ചിട്ട് അതിന് ശേഷം തിളച്ചിട്ടാണ് ബാക്കിയുള്ള പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത്. അതിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ഇതൊക്കെ കത്തിക്കുന്നത്. അവർക്കാണല്ലോ വിഷു ആകുമ്പോൾ ഇതൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവരത് കുട്ടികൾ കത്തിക്കുന്ന സമയത്ത് കൈ പൊള്ളുമോ എന്നുള്ള ഭയങ്കര പേടിയോടെയാണ് ഞാനിത് നോക്കി നിൽക്കുന്നത്. കുട്ടികളാകുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. എന്നാൽ തന്നെ ചാച്ചൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൻ്റെ പുറകിലേക്ക് ചെറുതായിട്ട് തീപ്പൊരിയൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അവനത് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് കത്തിക്കുന്ന സമയത്ത്. എനിക്കതാണ് ഈ ഒരു കത്തിക്കുന്ന സമയത്തുള്ളൊരു ടെൻഷൻ അതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു.